ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിനൊപ്പം പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറി റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ചക്കയും മാങ്ങയും ഒക്കെ കിട്ടുന്ന ഒരു സീസണാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും ചക്കക്കുരു, അതുപോലെ തന്നെ മാങ്ങയും. പച്ചമാങ്ങ കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 10-15 ചക്കക്കുരു നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ചായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറാണ് എടുക്കുന്നത്. കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചക്കക്കുരു നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചക്കക്കുരു ഫസ്റ്റ് വേവിച്ചതിന് ശേഷം നന്നായിട്ട് ആ ഒരു മാങ്ങ നന്നായിട്ട് വേവാണ്ട് ഇങ്ങനെ കടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 വിസിലിൻ്റെ അടുത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേവാൻ വേണ്ടിയിട്ടും. അപ്പോൾ മാങ്ങ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചക്കക്കുരു നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചക്കക്കുരുവിൻ്റെ വേവിനനുസരിച്ചിരിക്കും കേട്ടോ, ഓരോ ചക്കയുടെ വേവിനനുസരിച്ചിരിക്കും ചക്കക്കുരുവിൻ്റെ വേവ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ജീരകമുണ്ട്, അതുകൂടെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കട്ടെ. ഞാനിവിടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നില്ല. വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്താൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ഒരു ചക്കക്കുരുയുടെ ആ ഒരു കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഈ ഒരു കറി ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ. തേങ്ങ ഒഴിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പത വരുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിലൊന്ന് തിളച്ച് വന്നാൽ നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വറവൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/4 സ്പൂണോളം കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു വറവ് നമുക്ക് ആ ഒരു കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കക്കുരു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മാങ്ങ വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ. താങ്ക് യു.